ഇതൊരു ഞായറാഴ്ച വീഡിയോ ആട്ടോ. ഞായറാഴ്ച രാവിലെ കുറേ വൈകിയാണ് എഴുന്നേറ്റ് വന്നത്. രാവിലെ ഒരു 6:30 ആയപ്പോൾ ഒന്ന് എഴുന്നേറ്റായിരുന്നു പള്ളിയിൽ പോകാമെന്നൊക്കെ വിചാരിച്ചേ. പക്ഷേ വയ്യാഴിക തോന്നിയുണ്ട് പിന്നെയും പോയങ്ങ് കിടന്നു. ഞാൻ പോകാഞ്ഞതുകൊണ്ട് ആരും പോയില്ല ഇവിടുന്ന്. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്തുമസിൻ്റെ യാത്ര പോയി വന്ന ദിവസം മുതലേ എനിക്ക് ക്ഷീണമുണ്ട് കേട്ടോ. പക്ഷേ എനിക്കൊന്ന് റെസ്റ്റ് ഇല്ലായിരുന്നു. കാരണം നമ്മൾ ഹരിപ്പാട്ടിൽ നിന്ന് വന്ന് 10 മണിയായപ്പോൾ സ്റ്റാൻഡിൽ വന്ന് അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൽ വന്ന് അപ്പം തന്നെ ഞാൻ കുളിച്ചിട്ട് വീണ്ടും ജോലിക്ക് പോയി. അപ്പോൾ ആ ഒരു ദിവസം മുതലുള്ള അതിനു മുമ്പുള്ള യാത്രയുടെ ദിവസം തൊട്ടുള്ള ക്ഷീണം ഇങ്ങനെ കിടക്കുവാണ്. അതുകൊണ്ട് ശരിക്കും ഇന്ന് ഞാനങ്ങ് കിടന്നു കേട്ടോ. ഒരു 10:30 ആയപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പോൾ കുക്കു വിളിച്ചു, അപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പോൾ അവിടെ ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോയിട്ട് ചെല്ലുമെന്നൊക്കെ വിചാരിച്ച് ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ഞാൻ 6:30 എഴുന്നേറ്റ് വന്ന് മുത്തിനോട് ചോദിച്ചു പള്ളിയിൽ പോകുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കുന്നത് കണ്ടുകൊണ്ട് പിന്നെയും ഞാൻ പോയങ്ങ് കിടന്നതാണ് കേട്ടോ. പിന്നെ കുക്കു വിളിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചു, ചായയൊക്കെ ഇട്ടു. മോനുകുട്ടൻ ബ്രഷ് ചെയ്തിട്ട് ഓടിയിട്ടുണ്ട് അങ്ങോട്ട്. അപ്പോൾ അവിടുന്ന് കഴിച്ചിട്ട് എനിക്കും മുത്തിനും വേണ്ടിയിട്ട് ചപ്പാത്തിയൊക്കെ എടുത്തുകൊണ്ട് ഇപ്പോൾ വരും. അപ്പം മുത്ത് രാവിലെ ഒരു ജോലിക്ക് ഇറങ്ങിയേക്കും കേട്ടോ. ഞാൻ കുറേ തുണികളൊക്കെ എടുത്ത് വാഷിംഗ് മെഷീനകത്ത് കഴുകാനിട്ടിട്ടുണ്ട്. കുറച്ച് വെളിയിൽ ബക്കറ്റിൽ മുക്കി വെച്ചിട്ടുമുണ്ട്. ഇത് നമുക്ക് വർഷങ്ങളായിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു ബ്ലാങ്കറ്റാണ്. ഇടയ്ക്ക് അത് ഞാൻ ബെഡിലൊക്കെ വിരിച്ച് കിടക്കുമായിരുന്നു. പിന്നെ എനിക്കത് കഴുകാൻ പറ്റാതായതോടെ ഞാനതൊരു കവറിനകത്ത് ആക്കി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് മുത്തിന് ആവശ്യമുണ്ട്. കാരണം അവിടെ നല്ല തണുപ്പാകുന്ന സമയത്ത് സാധാരണ പുതപ്പൊക്കെ ഇട്ട് പുതച്ചിട്ടൊന്നും അവന് പറ്റുന്നില്ല. ബ്ലാങ്കറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതൊന്ന് വാഷ് ചെയ്യിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു. പക്ഷേ അങ്ങനെ ഈ ബ്ലാങ്കറ്റൊന്നും വാഷ് ചെയ്യുന്നവരൊന്നും നമുക്കിവിടെ ഒന്നും കാണാൻ പോലും ഇല്ല. അപ്പം ഇത് കഴുകണമെന്നുണ്ടെങ്കിലും ബക്കറ്റിലൊക്കെ ഇട്ട് കഴുകിയാൽ ഇത് പൊക്കിയെടുക്കാൻ ആരോഗ്യമുള്ള ആരെങ്കിലും വേണം. അല്ലെങ്കിൽ പിന്നെ ആറ്റിലോ തോട്ടിലോ കൊണ്ടുപോയി കഴുകണം. അന്നേരവും ഞാൻ ഓർത്തു ഇടയ്ക്കെങ്ങാനും ഒരാറ്റിൽ നമ്മുടെ ചെറുകോൽപ്പുഴ എങ്ങാനും പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതുകൂടി കൊണ്ടുപോകണം. എന്നിട്ട് അവിടെ കൊണ്ട് കഴുകണം. എന്നാൽ തന്നെ നമ്മൾ പിഴിഞ്ഞൊക്കെ എടുക്കണമെങ്കിൽ ആരെങ്കിലുമൊക്കെ വേണമല്ലോ. പിന്നെ അതിങ്ങനെ മടക്കിയെടുത്ത് മാറ്റി വെച്ചേക്കുമായിരുന്നു. പൊടിയൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. കുഞ്ഞോ കുഞ്ഞോ ഉയ് ഉയ് ചിച്ചേ ചിച്ചേ ഹായ് പഞ്ഞേ ഹായ് ഹായ് പഞ്ഞേ കുഞ്ഞോ കുഞ്ഞോ ഹായ് പഞ്ഞ് ഹായ് പഞ്ഞേ. ഇങ്ങനെയാണോ ഹായ് പറയുന്നത്? ഓ കുക്കമ്മ കരയുന്നു, കുക്കമ്മ കരയുന്നു. പോട്ടെ പറ, പോട്ടെ. ഒരു ചക്കരയും മോട്. ആ ഹായ് പറഞ്ഞു, ഹായ് പറ, ഹായ് 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 പറ, ഹായ് പറ. ഓടെ കള്ള, ഓടെ കള്ള. ജാനിപ്പെണ്ണ് എന്തി എന്റെ പെടലി ഓടിയും മിക്കവാറും. കഴിച്ചോടാ. ഇവിടെ ഒന്നും ആയില്ല. രാവിലെ കുക്കു ചപ്പാത്തി തന്നതുകൊണ്ട് അത് കഴിച്ചു. ചോറിച്ചിരി ഇരിപ്പുണ്ട്, കറിയൊന്നുമില്ല. എന്തായാലും ആക്കണം. എന്തായാലും ഒരു ടാങ്ക് വെള്ളം തീർന്നാലും വേണ്ടിയില്ല. ബ്ലാങ്കറ്റ് ഒന്ന് കഴുകി വെളുപ്പിച്ച് പൊടിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. സോപ്പ് പൊടി പോകുമെന്ന് ഞാൻ വിചാരിച്ചതല്ല കേട്ടോ. മുത്തതെന്തായാലും കുറേ വെള്ളത്തിൽ ഒലച്ചൊലച്ചെടുത്ത് അവനും കുളിച്ചു, ബ്ലാങ്കറ്റും കുളിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ആങ്ങളെ വീഡിയോ കോൾ ചെയ്തു കേട്ടോ. കേട്ടോ. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ചില ദിവസങ്ങളൊക്കെ ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ടൊക്കെ സംസാരിച്ച് വെക്കും. ഭൂരിഭാഗം ദിവസങ്ങളിലും പ്രാരാബ്ദവും കഷ്ടപ്പാടും വിഷമങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിപ്പം പറഞ്ഞ് പറഞ്ഞ് ഞങ്ങൾക്ക് അതങ്ങ് ശീലമായി കേട്ടോ. എന്നെങ്കിലും ഇതൊക്കെ മാറുമെന്ന് ഞങ്ങൾ രണ്ടുപേരും പറയും. പക്ഷേ ഇതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. കാരണം ഞങ്ങൾ ചെറിയ പ്രായം മുതൽ ഞങ്ങളിങ്ങനെ പ്രതീക്ഷിക്കും ഇതൊക്കെ അങ്ങ് മാറുമായിരിക്കും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ചിലപ്പോൾ നമ്മുടെ വിഷമങ്ങളൊക്കെ മാറുമായിരിക്കും അല്ലേ. നമ്മുടെ കുഞ്ഞിലെയൊക്കെ പപ്പ മരിച്ച സമയത്തൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരുന്നു നമ്മുടെ വീടൊക്കെ നല്ലതാകുമായിരിക്കും അല്ലേ.
അപ്പോൾ വീടൊക്കെ ഒരുമാതിരി പരുവത്തിലൊക്കെ ആക്കിയെടുത്ത് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന സമയത്ത് അവൻ കൊച്ചല്ലേ. അപ്പോഴും ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോഴൊക്കെ പറയും, നമ്മുടെ വിഷമങ്ങളൊക്കെ മാറുമായിരിക്കും, കടങ്ങളൊക്കെ തീരുമായിരിക്കും, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. പിന്നെ പിന്നെ രണ്ടു പേർക്കും കുടുംബമൊക്കെ ആയി. അതിനേക്കാളും മാരകമായ ജീവിത പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴും ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവേ. നമ്മുടെ ശ്രീനിവാസനും മോഹൻലാലും കൂടെ ദാസനും വിജയനും പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ അവൻ എന്നോട് പറയും, എല്ലാം മാറുമായിരിക്കും ചേച്ചി എന്ന് പറയും. ഞാൻ പറയും ശരിയാടാ, എല്ലാം മാറുമായിരിക്കും. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വർഷം കുറേയായി എൻ്റെ പ്രിയങ്ങളെ. ഒന്ന് മാറി അടുത്തത് നമുക്കിങ്ങനെ തലയിലോട്ട് കയറും, അടുത്ത ദുരിതവും ദുഃഖവും. അതൊക്കെ ഇപ്പം നമുക്കങ്ങ് ശീലമായി. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞോ നല്ല ഉറക്കത്തിലായി കേട്ടോ. കൂക്കു കുഞ്ഞോനെ ഇവിടെ കിടത്തിയിട്ട് അപ്പുറത്തോട്ട് പോയിട്ടുണ്ട്. ആ ചരുവം കൂടെ എടുക്കും മോനും കൂട്ട അപ്പുറത്തെ. അപ്പോൾ ഞാൻ ഏങ്ങിയും തൂങ്ങി അവിടെയൊക്കെ നിന്ന് ജോലിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഉച്ചയായി 2 മണിയൊക്കെ ആയപ്പം ഇവിടെ വന്ന് ചോറുണ്ണാൻ കുക്കു വിളിച്ചേ. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നു. കാരണം ഞാൻ അവിടെ ചോറ് ഇച്ചിരി ഇരിപ്പുണ്ട്, കറിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ മീൻകറിയും മോരും ഒക്കെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞതിന് ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നു ചോറുണ്ണാൻ. 2 മണിയൊക്കെ കഴിഞ്ഞു. കുഞ്ഞു ഉറങ്ങുമായതുകൊണ്ട് ഞങ്ങൾ അവനെ ഉണരട്ടെന്നും കണ്ട് അവിടെയൊക്കെ നിൽക്കുമായിരുന്നു. പക്ഷേ അവൻ പൂരം ഉറങ്ങി 2:30 ആകാറായി. അപ്പോൾ പിന്നെ ഞങ്ങൾ അവനെ എടുത്തോണ്ടിങ്ങി പോരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ബീഫ് വേവിച്ച് അവിടെ വെച്ചിട്ടുണ്ട്, വൈകിട്ടത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഉച്ചയായപ്പോൾ തൊട്ട് നല്ല തലവേദന കേട്ടോ. അപ്പോൾ ചോറുണ്ടിട്ട് ഞാനൊരു ഗുളികയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുവാണ്. നമുക്ക് വൈകുന്നേരം നമുക്ക് സ്പെഷ്യൽ ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട റെനി ചേച്ചി നമ്മുടെ വീഡിയോസിലൂടെ എന്നെ പരിചയപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ചേച്ചി എന്നെ കാണാൻ വരുന്നുണ്ട്. ചേച്ചി എൻ്റെ അടുക്ക് വന്നതാണ്, വീട്ടിലോട്ടൊന്ന് വരണം, എല്ലാവരെയും കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ചേച്ചി ഇന്നിങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചേച്ചി വന്നപ്പോൾ ചേച്ചിയോട് ചോദിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഒന്നും എടുത്തില്ല. ചേച്ചിയുടെ പെർമിഷൻ മേടിച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് ഓർത്ത് എടുത്തില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ചോറുണ്ടിട്ട് ഇങ്ങോട്ട് വന്ന് ഞാൻ മുറ്റമൊക്കെ ഒന്ന് തൂത്ത്, കുറച്ച് കരിയിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ തൂക്കുന്ന കണ്ടപ്പോഴത്തേക്ക് മോനുകുട്ടൻ കുളിയൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ വന്ന് വീണ്ടും മുറ്റം തൂക്കാൻ വാങ്ങിച്ച് ഞാൻ പറഞ്ഞു കുളിച്ചതല്ലയോ അമ്മ തൂത്തോളാം എന്ന് പറഞ്ഞിട്ട് ഒക്കത്തില്ല. അപ്പോൾ എല്ലാം തൂത്തുവാരി കരിയിലെല്ലാം കത്തിച്ച് ഞാൻ കുളിക്കാമെന്ന് വിചാരിച്ചു. കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ തല പൊട്ടി കീറുന്ന തലവേദനയായിരുന്നു. പിന്നെ ഞാൻ ടാബ്ലറ്റൊക്കെ എടുത്ത് അവിടെ റെസ്റ്റ് ചെയ്ത സമയത്താണ് 4 മണിയൊക്കെ ആയപ്പോഴാണ് ചേച്ചിയും ഫാമിലിയൊക്കെ വന്നത്. അപ്പോൾ ചേച്ചി ഇങ്ങോട്ടല്ല വന്നത്, അമ്മയുടെ അടുക്കലോട്ടാണ് വന്നത് കേട്ടോ. അതിന് കാരണമുണ്ട്, അത് ഞാൻ പിന്നെ പറയാമേ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ചേച്ചി ഇങ്ങോട്ട് വന്നു, മോളും വന്നു. ചേച്ചിയുടെ മോനുണ്ട്, മോന് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ചേച്ചി ഈ വഴി ഇറങ്ങി വരാൻ കുഞ്ഞിന് പറ്റാത്തത് കൊണ്ടാണ് അമ്മയുടെ അടുക്കലോട്ട് ഇറങ്ങിയത്. അത്രയും പ്രയാസങ്ങളൊക്കെ സഹിച്ചുകൊണ്ടാണ് ചേച്ചി എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നത്. അപ്പോൾ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പം ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇവിടെ വന്നപ്പം ചേച്ചി പറഞ്ഞു വീഡിയോ ഒന്നും ഇല്ലയോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചേച്ചിയോട് പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ചായ കുടിയും കേക്കൊക്കെ മുറിച്ച് ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു. ചേച്ചി എനിക്ക് കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഞാൻ പിന്നെ നോക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളതെല്ലാം കഴിച്ചിട്ട് ദേ വീടൊക്കെ വന്ന് കണ്ടിട്ട് ചേച്ചി അങ്ങോട്ട് ഞങ്ങൾ തിരിച്ച് അമ്മയുടെ അടുത്തോട്ട് പോവുകയാണേ. ആരും പിടിക്കാതിരുന്നു അതാണ്ടോ. കൈകുത്തി ഇരുന്ന് പോകുന്നുണ്ട്. കുഞ്ഞോ അങ്ങോട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അങ്ങോട്ട് എടുത്തു. കാരണം നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സന്തോഷങ്ങളാണിതൊക്കെ, ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത്.
അപ്പോൾ അതൊക്കെ നമുക്ക് എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ളത് തന്നെയല്ലേ. അപ്പോൾ അവർ പോകാൻ ഇറങ്ങും കേട്ടോ. നീ ആൾക്ക് കയറാൻ കേട്ടോ, പഠിക്കണ്ട വീടൊക്കെ വഴിയാക്കാൻ ടാറ്റ കൊടുത്ത് ടാറ്റ കൊടുക്ക കുഞ്ഞ് ടാറ്റ കൊടുത്തേ. അങ്ങനെ അവരൊക്കെ അങ്ങോട്ട് പോയി. അപ്പോൾ എനിക്ക് കടുപ്പത്തിലൊരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നേ. അപ്പോൾ കൂക്കു ചായയൊക്കെ ഇട്ട് തന്നു. ഇതൊക്കെ ജാനിക്കുട്ടിയുടെ ഡ്രോയിങ്സ് ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് മോനുക്കുട്ടൻ്റേതും ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് എൻ്റെ പ്രിയങ്ങളൊക്കെ പറയണേ. എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാലും ഞാൻ ചുമ്മാ ഒരു രസത്തിന് ഒരു സന്തോഷത്തിന് അങ്ങ് ചോദിക്കുന്നതാണ്. ഇത് മോനുക്കുട്ടൻ വരച്ചതാ കേട്ടോ. അപ്പോൾ ഞാൻ ചായയും 2 കുഴലപ്പവും ഒക്കെ കഴിച്ചു. ജാനിക്കുട്ടി വിളക്ക് കത്തിക്കാനകത്ത് എണ്ണയും പെരയൊക്കെ തൂക്കുവാണ്. അപ്പം ഞങ്ങളങ്ങ് വീട്ടിലോട്ട് പോയി. ഇനിയിപ്പോൾ രാത്രിയിലത്തേക്കുള്ളത് ബീഫ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചേ. ബീഫ് റോസ്റ്റ് ചെയ്യുകയെന്ന് പറഞ്ഞപ്പം മുത്ത് പൊറോട്ട മേടിക്കുന്ന കാര്യം പറഞ്ഞു. എന്നാൽ പിന്നെ പൊറോട്ട മേടിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മൾ ബ്ലാങ്കറ്റ് കഴുകി മുകളിൽ ടാങ്കിൻ്റെ പുറത്താണ് വിരിച്ചിട്ടിരുന്നത്. അതൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി വരാൻ മുത്ത് കയറിപ്പോയതാണ്. നമുക്ക് സ്റ്റെയർ ഇല്ലാത്തതുകൊണ്ട് ഈ ഏണി ചവിട്ടി വേണം കയറാൻ. മുറ്റത്ത് അയവള്ളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വിരിച്ചുണക്കാനും പാടായിരുന്നേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരി കത്തിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ചേച്ചിയൊക്കെ വന്നിട്ട് പോയി കേട്ടോ. ചേച്ചി എനിക്ക് സമ്മാനങ്ങളൊക്കെ കൊണ്ടാ വന്നത്. ഇതെന്താണെന്നുള്ളത് ഞാൻ പറയാൻ തന്നെ മനസ്സിലായത്. കേക്കാണ് കേട്ടോ. പിന്നെ ടൊമാറ്റോ മുറുക്ക്, ചിപ്സ്, ബേക്കറി ഐറ്റംസും മധുരമൊക്കെ കുഞ്ഞുങ്ങൾക്ക് അധികം കൊടുക്കണ്ട എന്ന് എല്ലാവരും വീഡിയോയിലൊക്കെ പറഞ്ഞല്ലോ. അതുകൊണ്ട് ചേച്ചി ഇതൊക്കെ ഇത്രേ കൊണ്ടുവന്നുള്ളൂ. പിന്നെ അതെ ആപ്പിളും പിന്നെ പേരയ്ക്ക. എന്റെ പങ്കൊക്കെ അവിടെ കൊടുത്തു കേട്ടോ. ഞാൻ കുട്ടിക്കൊക്കെ കൊടുത്തു. ആപ്പിളും പേരയ്ക്കയും പിന്നെ എന്റെ കൂടെ കൊഴലപ്പം ഉണ്ടായിരുന്നു. കൊഴലപ്പവും അവിടെ കൊടുത്തേ. ഇനിയിപ്പോ എനിക്കാണെങ്കിൽ ആ രാവിലത്തെ ആ വെയിൽ കൊണ്ട് ഇവിടെയൊക്കെ നടന്ന് ജോലിയൊക്കെ ചെയ്ത് എൻ്റെ തലവേദനയായിരുന്നു. ചേച്ചി വന്നപ്പോൾ എനിക്ക് തലവേദന എടുത്ത് ഗുളിക കഴിച്ചിട്ട് ഞാൻ ചാരികസേരയിൽ ഇങ്ങനെ കിടന്ന സമയത്താണ് ചേച്ചി വന്നത്. അപ്പം മോനിങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ അമ്മയുടെ അടുക്കലോട്ട് കയറിയത് കേട്ടോ. അപ്പം എന്താ പറയുന്നത്, വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ ചേച്ചിയോട് ചോദിച്ചിട്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവർ വന്നതും ചായ കുടിച്ചതും ഒന്നും ഞാൻ വീഡിയോയിൽ എടുക്കാഞ്ഞത്. പിന്നെ ചേച്ചി ഇവിടോട്ട് വന്നു. ഈ വീട് കാണാൻ ചേച്ചിയും മോളും കൂടെ വന്ന അച്ചായനും ഒക്കെ വന്നിട്ടുണ്ട്. അമ്മമ്മയ്ക്ക് പറ്റത്തില്ല. അമ്മമ്മയ്ക്കും സ്ട്രോക്ക് വന്ന് വയ്യാതിരിക്കുന്ന ആളാണ്. അപ്പോൾ അവരെല്ലാം ഇങ്ങോട്ട് വന്ന് വീടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ചേച്ചി ഇവിടെ എല്ലാം നടന്ന് വീഡിയോയിൽ കണ്ടതെല്ലാം നോക്കി നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ വെള്ളച്ചെമ്പരത്തിയുടെ ഒരു കമ്പൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ കൊണ്ടാണ് ചേച്ചി പോയത്. എൻ്റെ കൂടപ്പറപ്പ് എൻ്റെ അടുക്ക വന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. അത്രയും മനസ്സുകൊണ്ട് ഭയങ്കര അടുപ്പമാണ് ചേച്ചി കേട്ടോ. അപ്പം ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, നമ്മളെ കാണുമ്പോൾ, നമ്മൾ ചിരിക്കുന്നത് കാണുമ്പോൾ ബുദ്ധിമുട്ടുള്ള ഒരുപാട് മനുഷ്യർക്കിടയിൽ നമ്മളെ സ്നേഹിക്കുന്നവരെയൊക്കെ ദൈവം നമ്മളിലേക്ക് ചേർത്ത് വെച്ചു. ഒന്നും ആഗ്രഹിച്ചിട്ടൊന്നും അല്ല ഇവരെ ആരും എൻ്റെ അടുക്ക വരുന്നതും എനിക്കിതൊക്കെ കൊണ്ടുതരുന്നതും എന്നെ ഓർക്കുന്നതും ഒന്നും. ഞാൻ തിരിച്ചൊന്നും കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല. എനിക്ക് എന്നോടുള്ള ഒരു സ്നേഹം അത് ദൈവമായിട്ട് അവരുടെ മനസ്സിൽ തോന്നിച്ചതാണെന്നാണ് എനിക്ക്
എനിക്കല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാവാൻ? എനിക്ക് എന്തോ ഉള്ളതൊന്നുമില്ല. എവിടെയോ ഇരിക്കുന്ന ഞാൻ ഇത്രയൊക്കെയുള്ള ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചാണേലും ചേച്ചിയും മോനെയും കൊണ്ടൊക്കെ ഇത്ര വന്ന് എൻ്റെ അടുക്ക വരണം എന്ന് അത്രമേൽ ആഗ്രഹിച്ചിട്ടല്ലേ. അപ്പൊ അതൊക്കെ ദൈവാനുഗ്രഹമാണ്. അപ്പൊ അങ്ങനെ വരാൻ പറ്റാത്ത ഒരുപാട് പ്രിയങ്ങൾ കമന്റൊക്കെ ഇടാറുണ്ട്, ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നതൊക്കെ. അപ്പൊ അതൊക്കെ അങ്ങനെ പറയുന്നത് കേൾക്കുന്നതും വരുന്നതും എല്ലാം സന്തോഷമാണ്. എല്ലാത്തിനും ഈശ്വരനോട് നന്ദി പറയുവാണ്. അവഗണിക്കപ്പെടുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്, അതിനപ്പുറവും അവഗണിക്കപ്പെടുകയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും മാനസിക ദുഃഖം അനുഭവിക്കുകയും ചെയ്യുന്നവരുടെ മനസ്സ് ദൈവം കാണുന്നുണ്ട്. അപ്പൊ ആ മനസ്സ് ദൈവം കാണുന്നത് കൊണ്ടാണ്, അത് ദൈവം കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സ്നേഹമൊക്കെ ദൈവം എനിക്ക് ഒരുക്കി തരുന്നത്. എനിക്കത് മാത്രം മതി. അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആഗ്രഹിക്കുന്ന ദൈവമേ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, ഒന്ന് വന്നിരുന്നെങ്കിൽ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്നവരൊന്നും നമ്മുടെ കൂടെ ഇല്ല. നമ്മളെ നോക്കാൻ പോലും മനസ്സില്ല. നമ്മൾ ചിരിക്കുന്നത് ഇഷ്ടമല്ല, നമ്മൾ സന്തോഷിക്കുന്നത് ഇഷ്ടമല്ല, എല്ലാത്തിനും വേറെ അർത്ഥങ്ങൾ കണ്ടുപിടിക്കുന്നു, വേറെ കഥകൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെയുള്ള ഈ ലോകത്ത് എനിക്ക് ഈ തരുന്ന സ്നേഹമൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ എന്താ പറയുന്നത്, ദൈവത്തിന്റെ അനുഗ്രഹം അത്രയേ ഉള്ളൂ കേട്ടോ. ഒന്നും എൻ്റെ മിടുക്കാണെന്നോ അല്ല ഞാൻ പറഞ്ഞത്, എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണ്. എൻ്റെ റേനി ചേച്ചിക്കും ഫാമിലിക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം കൊടുക്കട്ടെ എന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെയുള്ള വീടുകളിൽ അവർക്കൊക്കെ അറിയാം അവരൊക്കെ എത്രമാത്രം അമ്മമാർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടെന്നുള്ളത്. അപ്പം അത്രയും ഒരു എന്താ പറയുന്നത് കരുത്തുറ്റ അമ്മയാണ്. അപ്പം സാധാരണ കുഞ്ഞുങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട് നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് ജനിക്കുന്നെങ്കിൽ ആ കുഞ്ഞിനെ നോക്കാൻ നമ്മൾ പ്രാപ്തരായതുകൊണ്ടാണ് നമുക്ക് ദൈവം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ തരുന്നത്. ഒരിക്കലും അതൊരു ഭാരമല്ല, നമ്മളെ ദൈവം പരിഗണിച്ചിരിക്കുകയാണ്. നിങ്ങളെ ഏൽപ്പിച്ചാൽ അവൻ സേഫാണ്, അല്ലെ അവള് സേഫാണ് എന്ന് ദൈവത്തിൻ്റെ ഒരു ബോധ്യം ഉള്ളത് കൊണ്ടാണ് ദൈവം അങ്ങനെ നമ്മളെ ഏൽപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അമ്മയാണ്. അപ്പൊ ആ അമ്മയ്ക്ക് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് എൻ്റെ റേനി ചേച്ചി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചേച്ചിയുടെ അടുത്തിരുന്ന് എനിക്ക് ചേച്ചി കാണുമ്പോഴും ചേച്ചി അടുത്തിരിക്കുമ്പോഴും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ചേച്ചി പോട്ടെ ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ പോവാൻ പറയത്തില്ല എന്നാ പറഞ്ഞേ. ഇപ്രാവശ്യം എന്തായാലും മുത്തിന് വേണ്ടിയിട്ട് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഒരു സ്നാക്സും മേടിക്കേണ്ട ആവശ്യം വന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ തന്നതൊക്കെ ഉണ്ട്, അതൊക്കെ മതി. ഇന്നത്തില് വേറെ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റുമോ? 43 അല്ലാതെ. ചേച്ചൻ ടാറ്റ കൊടു, ടാറ്റ കൊടു. സൂക്ഷിച്ചു പോണേ. ആ ഇന്ന് വെച്ചിട്ട് നാളെ എടുക്കില്ല, ഇന്ന് അത്യാവശ്യത്തിനാണ് ഞാൻ അങ്ങനെ ഞായറാഴ്ച സന്ധ്യയായി. മുത്തു പോയി പൊറോട്ട ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു. അവർക്ക് 2-3 ഞാൻ കൊടുത്തു വിട്ടു. അവരങ്ങ് വീട്ടിലോട്ട് പോവാം. ഇനിയിപ്പോൾ വല്ലതും കഴിച്ച് എവിടെയെങ്കിലും മാറി കിടക്കാം എന്നാണ് വിചാരം. നമ്മൾ നെക്സ്റ്റിൽ കുറച്ച് ദിവസം കൊണ്ടെല്ലാം പെൻഡിങ് ആണ്, ഒക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ആരോഗ്യം അനുവദിക്കുന്നില്ലാത്തതുകൊണ്ട് കഴിച്ചിട്ട് അത്യാവശ്യം എന്തെങ്കിലും പായ്ക്കാനുള്ളത് ചെയ്ത് വെച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചേ. മുത്ത് ബീഫ് റോസ്റ്റിൻ്റെ കൂടെ മയോണൈസൊക്കെ ഉണ്ടാക്കി കേട്ടോ. നല്ല മയോണൈസായിരുന്നു. അതുകൊണ്ട് ഞാനും ഇച്ചിരി എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്തു. നേരത്തെ ഞാനിതൊക്കെ ഇവിടെ ഇരുന്ന് പൊറോട്ട ഉണ്ടാക്കുകയും മയോണൈസ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാലും അന്ന് ഞാൻ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലൊക്കെ രുചിയായിട്ട് എനിക്ക് ഇതാണ് തോന്നുന്നത്. ബീഫ് ഞാൻ റോസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അതൊന്നും വീഡിയോ എടുത്തില്ല. തലവേദനയും ഭയങ്കര വൈകാഴികയായിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ നിന്നില്ല. അങ്ങനെ ഒരു ഞായറാഴ്ച ദിവസം കൂടി കഴിഞ്ഞു പോയി. സന്തോഷവും സമാധാനവുമുള്ളൊരു ഞായറാഴ്ച. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.